എല്ലാവർക്കും നമസ്കാരം. വീണ്ടും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഇത് എൻക്ലസ് കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇതിന്റെ എൻക്ലസ് പ്രിപ്പറേഷനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണുക. അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. ഇത് എൻക്ലസ് തലേ ദിവസം, ആ ഒരു എക്സാമിന്റെ തലേ ദിവസം അന്ന് നമ്മൾ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും ഒരു 3-4 months എങ്കിലും, അല്ലെങ്കിൽ മിനിമം ഒരു 1 to 2 months എങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. 1 to 2 months കുറച്ചൊരു പെട്ടെന്നുള്ള കാലാവധിയാണ്. ഒരു 3 മാസമെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരു എക്സാമിലേക്ക് നമ്മൾ അടുത്തു തലേ ദിവസം എന്താണെങ്കിലും വളരെയധികം സ്ട്രെസ്ഫുൾ ആയിരിക്കും. അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ഇതുപോലൊരു എക്സാം ആകുമ്പോൾ. പക്ഷേ സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം കിടന്ന് പിന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ബുക്കുകൾ റീഡ് ചെയ്യാനും ഒന്നും ശ്രമിക്കാതിരിക്കുക. പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ഒരു നോട്ട് പ്രിപ്പറേഷൻ എന്നുള്ളത്. ഈ ദിവസമാണ് നിങ്ങൾക്ക് ഈ നോട്ടിൻ്റെ ആവശ്യം. അപ്പോൾ ആ ഒരു നോട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 100-150 ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം പിറ്റേ ദിവസം നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ തലേ ദിവസവും ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് അതിൻ്റെ റാഷണൽ വായിച്ച് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇനി അതിൻ്റെ റിസൾട്ട് എന്ത് തന്നെയോ ആയിക്കോട്ടെ, കാരണം ഇതൊന്നും ആയിരിക്കില്ല ചെറുപക്ഷെ നമുക്ക് അന്ന് എക്സാം ഡേയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ സ്ട്രെസ്ഫുൾ ആവാതിരിക്കുക. നമ്മൾ പാസ്സായിരിക്കാം, ഫെയിലായിരിക്കാം, പക്ഷേ അതിനെക്കുറിച്ച് സ്ട്രെസ്ഫുൾ ആകാതിരിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് വീക്കാണ്, ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ വീക്കാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് റീവിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബുക്ക് റീവിസിറ്റ് ചെയ്യുക. ആ ഏരിയയെ പറ്റി മാത്രം പ്രിപ്പറേഷൻ ചെയ്യുക. അപ്പോൾ ഇതാണ് തലേ ദിവസത്തെ പ്രിപ്പറേഷൻ. പിന്നെ നമ്മൾ റെഡിയാക്കി വെക്കേണ്ടത് എന്താണ്? നമുക്ക് കൊണ്ടുപോകാനുള്ള പാസ്പോർട്ട്, അതായത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ഡോക്യുമെന്റ് വേണം, ഫോട്ടോ ID ഡോക്യുമെന്റ് വേണം, അതായത് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്. പിന്നെ നമുക്ക് ഓതറൈസേഷൻ ടു ടെസ്റ്റ്. ഇപ്പം നമ്മൾ ഓസ്ട്രേലിയ, അമേരിക്ക എവിടെയാണ് ടെസ്റ്റ് എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ നഴ്സിംഗ് ബോർഡിൽ നിന്ന് ഓതറൈസേഷൻ ടു ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ലെറ്റർ നമുക്ക് വന്നിട്ടുണ്ടാകും. ആ ഒരു ലെറ്ററും മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സാമിന് ആവശ്യമായിട്ടുള്ളത്. വേറെ എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാൽക്കുലേറ്ററോ അതുപോലെ ഡിജിറ്റൽ വാച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരവിടെ അലോ ചെയ്യില്ല. പിന്നെ അതുപോലെ നല്ലൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് വെക്കുക. ഡ്രസ് കോഡൊന്നും പ്രത്യേകിച്ചില്ല കേട്ടോ. പക്ഷെ എന്നിരുന്നാലും നമ്മൾ PSM വ്യൂവിലൊക്കെ എക്സാം എഴുതുമ്പോൾ AC ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾക്ക് അത് തണുപ്പ് കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെയർഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഏതൊരു സാഹചര്യത്തിലും ഇപ്പോൾ തണുപ്പ് കൂടുതലാണെങ്കിൽ ലെയർഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. തണുപ്പ് കുറവാണ്, ചൂടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ നമുക്ക് ഒരു ചെറിയൊരു ജാക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഊരി വെക്കാനായിട്ട് സഹായിക്കും. അപ്പം അങ്ങനെ ലെയർഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേറെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് എക്സാമിന് ആവശ്യമില്ല. രാവിലെ എത്രയും നേരത്തെ, രാവിലെ എന്ന് പറഞ്ഞാൽ എക്സാമിന്റെ ടൈമിങ്ങിന് ആമ്പിൾ ടൈം നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. കാരണം നമുക്ക് അവിടെ നേരത്തെ എത്തണം. കാരണം അങ്ങനെയുള്ള സ്ട്രെസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഓൾറെഡി തന്നെ എക്സാമിന്റെ കുറേ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ പിന്നെ ആദ്യത്തെ സ്ട്രെസ്സുകളുടെ ഒന്നും ആവശ്യമില്ല. നേരത്തെ തന്നെ ടൈം അലോക്കേറ്റ് ചെയ്ത് എപ്പോഴാണ് പോകാൻ എന്നുള്ളതിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. ഇതൊക്കെയാണ് എക്സാമിന്റെ തലേ ദിവസം ചെയ്യുന്നത്. അന്ന് രാവിലെ വീണ്ടും ഈ പേപ്പേഴ്സ് എല്ലാം റെഡിയാണോ എന്ന് ശ്രദ്ധിക്കുക. രാവിലെ എത്രയും നേരത്തെ പോകാൻ പറ്റുമോ അത്രയും നേരത്തെ എക്സാം സെന്ററിൽ എത്തുക. അവിടെ ചെന്ന് കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ടൈമും കൂടെ നമ്മൾ അലോക്കേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു ചെക്കിങ്, അതായത് നമ്മുടെ ബയോമെട്രിക്സ് എടുക്കും, ഫോട്ടോ എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബാഗോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ വെക്കാനായിട്ട് ലോക്കർ വരും. അപ്പോൾ അന്ന് രാവിലെ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു സ്ലീപ്പൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഏറ്റവും റിലാക്സ് ചെയ്ത് എഴുന്നേറ്റ ശേഷം അന്ന് രാവിലെ വേണമെങ്കിൽ നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന നോട്ട്സ് റീവിസിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അക്രോണിയംസ് റീവിസിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് രാവിലെ സമയം കൊടുക്കുക. ഇനി അതിനുശേഷം എക്സാം ഹാളിൽ എത്തിക്കഴിയുമ്പോൾ ഈ ബാക്കി എല്ലാ ഡോക്യുമെന്റ്സും തന്നെ നമ്മുടെ എല്ലാ ബിലോങ്ങിങ്സും നമ്മുടെ കബോർഡിനകത്ത് വെക്കാനായിട്ടാണ് അവർ ആവശ്യപ്പെടുക. പക്ഷെ നമുക്ക് ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതാന്ന് വെച്ചാൽ ബാഗിൽ കരുതാം. നമുക്ക് എക്സാം 5 hours വരെ നീളാനായിട്ടുള്ള സാധ്യതയുണ്ട്. 5 hours ടൈം നമുക്ക് അലോക്കേറ്റഡ് ആണ്. അപ്പോൾ അതിനിടയിൽ എത്ര ടോയ്ലറ്റ് ബ്രേക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമുക്ക് കമ്പ്യൂട്ടർ അവരെ വിളിച്ച് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ടോയ്ലറ്റ് ബ്രേക്കിന് പോകാം. ഒരാൾ നമ്മുടെ കൂടെ വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം, ചെറിയൊരു സ്നാക്സ് ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതും കഴിക്കാം. അപ്പോൾ അതും കയ്യിൽ കരുതിയിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് പോകുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിനിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു നല്ലൊരു ടോഫി വായിലിടുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് എപ്പോഴും കോഫി ബേസ്ഡ് ആയിട്ടുള്ള ഒക്കെ ഉള്ള ഒരു ടോഫി ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഉന്മേഷമൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു ചെറിയൊരു ഗ്ലൂക്കോസ് ഒക്കെ എക്സാമിന് മുന്നേ എടുക്കുന്നത് നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ടോഫി കയ്യിൽ കരുതാം.
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമേ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. വാട്ടർ കൊണ്ടുപോകാം, അതിന് ബ്രേക്കൊക്കെ നമുക്ക് ആവശ്യപ്പെടാം. ഇനി എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞ് നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല, എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ പാനിക്കാണ്ടായിട്ടുള്ള ആവശ്യമില്ല. എപ്പോഴും നമുക്ക് അവിടെ അസിസ്റ്റൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ 85 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു, കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി, എന്ത് ചെയ്യണം? അവരെ വിളിക്കണം അല്ലേ. കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായി ഷട്ട് ഡൗൺ ആയോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഇറങ്ങിപ്പോരാവുന്നതാണ്. നമുക്ക് പുറകെ തന്നെ നമുക്ക് നമ്മുടെ റിസൾട്ട് അറിയാനും സാധിക്കും. അതെന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ നല്ലൊരു പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷ വരിക. ഇനി 85 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയില്ല, മുന്നോട്ട് പോവുകയാണ് വീണ്ടുമെങ്കിൽ മനസ്സിൽ ഓർക്കേണ്ട കാര്യം, ഇപ്പോഴും നമ്മൾ വിട്ട് കളഞ്ഞിട്ടില്ല, നമ്മൾ സ്റ്റിൽ ഓൺ ദ ഗെയിമാണ്. ഇനിയും നമുക്ക് പാസ്സാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലേ. നമ്മൾ ഇപ്പോഴും കളിയിൽ നിന്ന് പുറത്തായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും അതേ മനസാന്നിധ്യത്തോടെ, അത്രയും നേരം ചെയ്തിരുന്ന മനസാന്നിധ്യത്തോടു കൂടെ തന്നെ സ്ട്രെസ് ഒന്നും അടിക്കാതെ കിട്ടുന്ന അത്രയും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈവൻ 150 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ പാസ്സാവാനായിട്ടുള്ള സാധ്യത 100% ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും മുന്നോട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമിൻ്റെ ഡേയിൽ നമ്മൾ പ്രിപ്പറേഷന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്യാനും ചെയ്യേണ്ട കാര്യം. ഇനി നല്ലൊരു പാസ് റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നല്ലൊരു പ്രിപ്പറേഷൻ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ വേൾഡ്. ഇനിയും ചാൻസുകൾ മുന്നോട്ട് വരാനിരിക്കുന്നു അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് സ്ട്രെസ് അടിക്കാതെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസിനോട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും വിഷയത്തെപ്പറ്റി വീഡിയോ ചെയ്യണം, കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, അതായത് ഇതുപോലെ പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നവർക്ക് കഴിയുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ സേഫ്.